ഇന്നത്തെ അറിയിപ്പുകൾ. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ ആരംഭിച്ചു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ലക്ഷദ്വീപിലേക്കുള്ള യാത്ര എളുപ്പമാകുന്നതിനോടൊപ്പം വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുകയും ചെയ്യും എന്നാണ് വിലയിരുത്തൽ. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള പരീക്ഷണ പറക്കൽ ആരംഭിച്ചു. അഗത്തി, കടമത്ത്, കൽപ്പേനി, കവരത്തി, കിൽത്താൻ എന്നീ ദ്വീപുകളെ ബന്ധിപ്പിച്ചാണ് പരീക്ഷണ പറക്കൽ നടത്തുന്നത്. ലക്ഷദ്വീപിലേക്കുള്ള യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെയും വിനോദസഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുന്നതിന്റെയും ഭാഗമായാണ് വിവിധ ദ്വീപുകളിലേക്ക് സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നത്. ദ്വീപുകളിൽ നിന്ന് 1 മണിക്കൂറോളം ദൈർഘ്യമുള്ള യാത്രയാണ് കൊച്ചിയിലേക്ക്. 20 പേർക്ക് യാത്ര ചെയ്യാവുന്ന കനേഡിയൻ വൈക്കിംഗ് DHC 6400 ട്വിൻ ഓട്ടർ ഇരട്ട എഞ്ചിൻ വിമാനമാണ് സർവീസുകൾക്ക് ഉപയോഗിക്കുന്നത്. പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കുന്നതോടെ യാത്രാ സർവീസുകളുടെ തീയതി DGCA പ്രഖ്യാപിക്കും. സ്കൈഹോപ്പ് എന്ന കമ്പനിയാണ് പരീക്ഷണ പറക്കലിന് നേതൃത്വം നൽകുന്നത്. DGCA ഉദ്യോഗസ്ഥരും വിമാനത്തിൽ പരിശോധനയ്ക്കായി ഉണ്ടാകും. പരീക്ഷണ പറക്കൽ നടക്കുന്ന ദിവസങ്ങളിൽ ദ്വീപുകളിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ ദിവസങ്ങളിൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും അധികൃതർ നിർദ്ദേശം നൽകി. മെയ് 10 മുതൽ 14 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ കാലയളവിൽ മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റും വീശിയേക്കും. ഉത്തര കർണാടക മുതൽ ദക്ഷിണ കർണാടക, തമിഴ്നാട് വഴി മാന്നാർ ഉൾക്കടൽ വരെ ന്യൂനമർദ്ദപാത്തിയും സജീവമാണ്. ഈ ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളാൻ സാധ്യതയുണ്ട്. ഇത് കേരളത്തിലെ കാലാവസ്ഥയെ കൂടുതൽ സ്വാധീനിക്കുമെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. ഇന്ന് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. മെയ് 10, 12, 13, 14 തീയതികളിൽ തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട്. കടലിൽ തുടരുന്ന മത്സ്യത്തൊഴിലാളികൾ ഉടനടി തിരിച്ചെത്തണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അദാനി ഗ്രൂപ്പിന്റെ ഭാഗമായ ഓഷ്യൻ സ്പാർക്കിൾ കമ്പനിക്ക് വേണ്ടി ടഗുകൾ നിർമ്മിക്കാനുള്ള കരാർ സ്വന്തമാക്കി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. 100 മുതൽ 250 കോടി രൂപ വരെ ചെലവിലായിരിക്കും നിർമ്മാണം. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപകമ്പനിയായ ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡാണ് ടഗുകൾ നിർമ്മിക്കുന്നത്. 70 ടൺ ബൊള്ളാർഡ് പുൾ ശേഷിയുള്ള 4 അത്യാധുനിക ടഗുകൾക്കാണ് ഓർഡർ. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച ഡിസൈൻ അനുസരിച്ചാണ് ഇവയുടെ നിർമ്മാണമെന്നും കൊച്ചിൻ ഷിപ്പ്യാർഡ് അറിയിച്ചു. 2028 നവംബർ മുതൽ ഈ ടഗുകളുടെ ഡെലിവറി ആരംഭിക്കും. അടുത്ത വർഷം ജൂണിൽ പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷ. ഇക്കൊല്ലം ഫെബ്രുവരിയിൽ നാവികസേനയ്ക്ക് വേണ്ടി സർവേ വെസലുകൾ നിർമ്മിക്കാൻ 5000 കോടി രൂപയുടെ കരാറും CSL സ്വന്തമാക്കിയിരുന്നു. ഗുജറാത്തിൽ വമ്പൻ നിക്ഷേപം നടത്തുമെന്ന വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തുവന്നത്. 1570 കോടി രൂപ ചെലവിട്ട് ഗുജറാത്തിലെ വാഡിനാറിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള കപ്പൽ അറ്റകുറ്റപ്പണിശാല സ്ഥാപിക്കാനുള്ള പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയിരുന്നു. കണ്ട്ലയിലെ ദീൻദയാൽ പോർട്ട് അതോറിറ്റിയും CSLും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് പദ്ധതി നടപ്പാക്കുക. 650 മീറ്റർ ദൈർഘ്യമുള്ള ജെട്ടിയും 2 വലിയ ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്കുകളും വർക്ക്ഷോപ്പുകളും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടുന്ന വമ്പൻ ഷിപ്പ് റിപ്പയർ യാർഡാണ് വിഭാവനം ചെയ്യുന്നത്. മുദ്ര, കണ്ട്ല തുറമുഖങ്ങളുമായുള്ള അടുപ്പവും ഗുണകരമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിൽ ഏപ്രിലിൽ നൽകിയത് 14.63 ലക്ഷം തൊഴിൽ ദിനം മാത്രം. മുൻവർഷത്തേക്കാൾ ഈ വർഷം ഏപ്രിലിൽ മാത്രം 43.15 ലക്ഷം തൊഴിൽ ദിനങ്ങളാണ് നഷ്ടമായത്. 50 ലക്ഷം തൊഴിൽ ദിനങ്ങൾ അനുവദിച്ച സ്ഥാനത്താണ് 14.63 ലക്ഷം തൊഴിൽ ദിനം മാത്രം നൽകിയത്. അനുവദിച്ച ലേബർ ബജറ്റിന്റെ 29.28% മാത്രമാണിത്. മുൻവർഷത്തേക്കാൾ ഈ വർഷം ഏപ്രിലിൽ മാത്രം 43.15 ലക്ഷം തൊഴിൽ ദിനങ്ങൾ തൊഴിലാളികൾക്ക് നഷ്ടമായി. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ഇതുമൂലം വരുമാന നഷ്ടമുണ്ടായത്. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ 57.78 ലക്ഷം തൊഴിൽ ദിനങ്ങളാണ് നൽകിയത്. കേന്ദ്ര നിർദ്ദേശപ്രകാരം മുൻവർഷങ്ങളിലെ പ്രവൃത്തികളുടെ പൂർത്തീകരണത്തിന് പ്രാധാന്യം നൽകിയതാണ് പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ വൈകിയതിന് കാരണം. തൊഴിലുറപ്പിന് പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ പദ്ധതിയായ VBG റാംജി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ക്രമീകരണം. തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കാൻ ഊർജിത ശ്രമം നടത്തണമെന്ന് തൊഴിലുറപ്പ് പദ്ധതിയുടെ സംസ്ഥാന മിഷൻ ഡയറക്ടർ
ഏപ്രിൽ പകുതിയോടെ ഗ്രാമപഞ്ചായത്തുകൾക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ ജില്ലാതലത്തിൽ നിന്ന് മുൻവർഷങ്ങളിലെ പ്രവൃത്തികളുടെ പൂർത്തീകരണത്തിനുള്ള സമ്മർദ്ദം കാരണം ഇത് പ്രാവർത്തികമായില്ല. തൊഴിൽ ആവശ്യപ്പെട്ടു വരുന്ന എല്ലാ തൊഴിലാളികൾക്കും കൃത്യമായി തൊഴിൽ നൽകുന്നതിന് സാധിക്കുന്നില്ലെന്നും പഞ്ചായത്തുകൾ പറയുന്നു. പുതിയ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സാങ്കേതിക പ്രശ്നങ്ങളും നിബന്ധനകളുമാണ് തൊഴിൽ സൃഷ്ടിക്കുന്നതിന് തടസ്സമായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.